ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി നാടൻ ലഞ്ചാണ് കേട്ടോ. ഒരുപാട് തരം കറികളും തോരനും പൊരിച്ചതും എല്ലാം ഉള്ള ഒരു തനി നാടൻ റെസിപ്പികളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. ലഞ്ച് പ്രിപ്പറേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചോറിനുള്ള അരി നന്നായിട്ട് കഴുകിയിട്ട് നിറച്ചും വെള്ളം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചോറിനുള്ളത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ ചോറാണ് ഞാൻ അവിടെ വെക്കുന്നത്. അപ്പം മറ്റുള്ള കറികളൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളെ ചോറ് ഇവിടെ റെഡിയാവും. അപ്പോൾ ഇതാ ഞാനത് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് ഈ അടുപ്പിൽ വേറെ കറികൾ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ അപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു കുക്കറിൽ കുറച്ച് പരിപ്പ് കഴുകി കൊണ്ടുവന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു 1½ കപ്പ് പരിപ്പുണ്ട്. 2 പരിപ്പും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഞാൻ എടുത്തത്. മൈസൂർ പരിപ്പുണ്ട്, തുവരപ്പരിപ്പുണ്ട്. 1½ കപ്പാണ് എടുത്തത് കേട്ടോ. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം. ഒരു 2 വിസിൽ വന്നാൽ മതി ട്ടോ. അപ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് കുഴഞ്ഞിട്ടുണ്ടാവും. 2ഓ 3ഓ വിസിൽ ഓരോരുത്തരുടെ കുക്കറിൻ്റെ അളവനുസരിച്ച് ചെയ്യാം. ഇനിയിപ്പോൾ അതാ സാമ്പാറിനുള്ള പച്ചക്കറികളാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരുപാട് പച്ചക്കറികളൊന്നുമില്ല. കുറച്ച് ഉരുളക്കിഴങ്ങുണ്ട്, ക്യാരറ്റുണ്ട്, ഉള്ളിയുണ്ട് അത്രയേ ഉള്ളൂ ട്ടോ. നമ്മളടുത്ത് എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. അപ്പോൾ മുരിങ്ങക്കായ്, പച്ചക്കായ് അതൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ അത് വെച്ച് ഞാനൊരു സാമ്പാർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൽ കുറച്ച് വേവാനുള്ള ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കട്ടെ. ഒരു 3/4 ഭാഗം വേവട്ടെ. അപ്പോൾ അതൊരു 3/4 ഭാഗം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് നന്നായിട്ട് ഒരു കറക്റ്റ് പാകത്തിലായിന് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് തക്കാളി, വെണ്ടക്ക, പച്ചമുളക് ഇത്രയും സാധനം ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കുക. വലിയ സൈസ് തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തത്. കുറച്ച് വെണ്ടയ്ക്കയും അതേപോലെ തന്നെ 2, 3 പച്ചമുളകും. അതും കൂടെ ഇട്ടതിന് ശേഷം ഒരു 2, 3 മിനിറ്റ് നേരം കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കട്ടെ. അപ്പോഴാണ് ആ ഒരു വെണ്ടയ്ക്കയും തക്കാളിയും കൂടെ ഒന്ന് വെന്ത് വരിക. അപ്പോൾ അത് 2, 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ തക്കാളിയും വെണ്ടയും എല്ലാം കൂടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ മതിയിട്ട്. വെന്ത് കുഴഞ്ഞ് പോകരുതൊന്നും. അതിലൊരു കറക്റ്റ് പാകത്തിൽ കിട്ടിയാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് ഒരു 1/2 കപ്പ് നല്ല കട്ടിയുള്ള പുളിയാണ് ഒഴിച്ച് കൊടുത്തത്. പുളിവെള്ളം കേട്ടോ. ഞാനൊരു നാരങ്ങാ വലുപ്പത്തിലുള്ള ഒരു പുളി എടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ്. അപ്പോൾ പുളിയൊക്കെ നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ പുളി ഒന്ന് വേവണം. ഒരു 5 മിനിറ്റ് കഴിയട്ടെ. അപ്പോൾ അതിനിപ്പോൾ അടുത്ത ഞാൻ തോരനാണ് ഉണ്ടാക്കണത്. ഞാൻ കാബേജ് കുറച്ചധികം ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്. അതിലേക്ക് ഒരു ഉള്ളി, അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് റെഡിയാക്കി വെച്ചത്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിനൊന്നും അങ്ങനെ ഒരു കറക്റ്റ് അളവൊന്നുമില്ല, മെഷർമെൻ്റ് ഒന്നുമില്ല. ഒരു ഏകദേശ കണക്കെടുത്തിട്ട് അങ്ങ് ഇട്ടാൽ മതി. കുറച്ച് കൂടിയെന്ന് വെച്ചിട്ടോ കുറഞ്ഞെന്ന് വെച്ചിട്ടോ ഒന്നും വരില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്, ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തേങ്ങ ഇല്ലാണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. തേങ്ങ ഇടുന്നുണ്ടെങ്കിൽ തേങ്ങ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിനാവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പും കൂടെ ഉപ്പിടാൻ മറന്നു. ഇതിന് ഇപ്പോഴാണ് പെട്ടെന്ന് ഓർമ്മയായത്. അപ്പോൾ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. തേങ്ങയും ചേർക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ തേങ്ങയും ചേർക്കുക. തേങ്ങ ഒതുക്കിയിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം ട്ടോ. ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കാം. ഞാനിപ്പോൾ തേങ്ങ ഇല്ലാണ്ടാണ് ഉണ്ടാക്കുന്നത്. നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇതിനവിടെ മാറ്റി വെക്കാം ട്ടോ. ഇപ്പോൾ നമ്മളെ സാമ്പാറിൻ്റെ പുളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു 2, 3 മിനിറ്റ് വരെ ഞാൻ തിളപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പരിപ്പ് ഞാൻ പറഞ്ഞല്ലോ 2 വിസിൽ വേവിച്ചപ്പോൾ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് ആ കുക്കറൊന്ന് കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ കേട്ടോ. എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് തിള വരണം. സാമ്പാർ പല രീതിയിൽ ഉണ്ടാക്കണത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഒരുപാട് രീതിയിലുള്ള സാമ്പാറുകളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതൊരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സാമ്പാറാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ചധികം മല്ലിച്ചപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ആ ഒരു മല്ലിച്ചപ്പിൻ്റെ ടേസ്റ്റ് കുറച്ച് കൂടുതൽ നിൽക്കുന്ന സമയത്ത് നല്ലൊരു ടിഫിൻ സാമ്പാറിൻ്റെ ടേസ്റ്റ് വരും. അപ്പോൾ അത് മല്ലിച്ചപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ച് കൊടുക്കുക. നന്നായിട്ട് തിളച്ചോട്ടെ. ഇനിയിപ്പോൾ ഞാനിവിടെ സാമ്പാർ പൗഡറാണ് ഉപയോഗിക്കുന്നത്. അതിപ്പോൾ ഞാൻ ഹോം മെയ്ഡ് ഉണ്ടാക്കിയ സാമ്പാർ പൗഡറാണ് കേട്ടോ. ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളൊന്ന് വറവിടാൻ വേണ്ടി പോവുകയാണ്. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പാനിൽ. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ദാ കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ. ഇനിയിപ്പോൾ ഒന്ന് ചൂടാറാൻ വേണ്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കട്ടെ. ചെറുതായിട്ടൊന്ന് ചൂട് പോയിക്കോട്ടെ. ഭയങ്കര ചൂട് വേണ്ട. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താണ്. പിന്നെ വേണ്ടത് നമ്മളെ ഹോം മെയ്ഡ് സാമ്പാർ പൗഡർ കേട്ടോ. ഈ ഒരു സാമ്പാർ പൗഡറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത്. ഇതിൽ ഞാൻ നല്ലോണം കായൊക്കെ ഇട്ടതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു എക്സ്ട്രാ കായൊന്നും ഞാൻ ഇതിലിടുന്നില്ല. അപ്പോൾ അതൊരു 3 സ്പൂണ് സാമ്പാർ പൗഡറാണ് ഇട്ടത് കേട്ടോ. അതൊന്ന് ചെറുതായിട്ട് ഈ എണ്ണയിലൊന്ന് വാടി വരണം. അപ്പോൾ തീ കത്തിച്ചിട്ട് ഒരിക്കലും ഇടരുത്. പൊടികൾ കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ടേസ്റ്റ് മാറും കേട്ടോ. സാമ്പാറിൻ്റെ ടേസ്റ്റ് കരിഞ്ഞ ഒരു ചൊവയാണ് വരിക. അപ്പോൾ എപ്പോഴും സാമ്പാർ പൊടി നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് തീ ഓഫ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂട് പോയതിന് ശേഷം ഇങ്ങനെ ഒരു പൊടികളിൽ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇതിന് നമ്മളെ റെഡിയായ നമ്മളെ സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കുക.
ഇത് വറവിട്ടതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ട്ടോ. അപ്പളാണ് സാമ്പാറിന് നല്ലൊരു ടേസ്റ്റ് വരിക. അപ്പോൾ ആ പാനിലേക്ക് ഞാൻ കുറച്ചും കൂടെ കറി വെച്ചിട്ട് അതൊന്ന് നന്നായിട്ട് അതിലുള്ള മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ വറവിടലും കഴിഞ്ഞിട്ടുണ്ട് ട്ടോ. ഇതിനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ ട്ടോ. നന്നായിട്ട് ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോഴാണ് നല്ലൊരു കറക്റ്റ് സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റ് വരിക. അപ്പോൾ നല്ല അടിപൊളി സാമ്പാറാണ്. പിന്നെ ഇത് ഇനിയെക്കാട്ടിലും ലൂസാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം ട്ടോ. ഇവിടെ പിന്നെ കുറച്ച് കട്ടിയിലാണ് കുട്ടികൾക്ക് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കട്ടിയാക്കിയത്. ഇത് നമ്മൾ ചൂടാറുന്നതിനനുസരിച്ച് ഒന്നും കൂടെ കുറുകുകയും ചെയ്യും. പിന്നെ അര ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ട്ടോ. പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് ചെറിയ പീസ് ശർക്കര വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ചേർത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് മീൻ പൊരിക്കാൻ വേണ്ടി പോവാണ്. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു അരമുറി ചെറുനാരങ്ങ, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും സാധനങ്ങളാണ് എടുത്ത് വെച്ചത് ട്ടോ. അപ്പോൾ ആ ഒരു ചെറുനാരങ്ങയും കൂടെ ഇതിൽ പിഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മസാല ആക്കിയിട്ട് ഒന്ന് പുരട്ടിയെടുക്കണം ട്ടോ. കുറച്ച് വെള്ളം കൂടെ ഒരു 2, 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ മത്തിയാണ് മീൻ ട്ടോ. നമുക്ക് ഇന്ന് കിട്ടിയത് മത്തിയാണ്. അപ്പോൾ ആ മത്തി നന്നായിട്ട് ഇത് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ കിട്ടുന്ന മത്തി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ വലിയ മത്തിയാണ്. നാട്ടിൽ ഒമാൻ മത്തി എന്ന് പറയില്ല, അതാണ് ഇട്ടത്. ഇവിടെ ആച്ചിൻ്റെയും ബാസിൻ്റെയും ഫേവറേറ്റ് ആണിത്. അപ്പോൾ ഓരെണ്ണാണ് കൂട്ടട്ടോ. ഞാനും അസലെങ്കിൽ ഈ മത്തി കഴിക്കലില്ല. ഇനിയിപ്പോൾ ഞാനൊരു മീൻ മുളകിട്ടത് ഉണ്ടാക്കുന്നുണ്ട്. ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ആണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വെളിച്ചെണ്ണ ഒന്ന് മെൽറ്റായി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള ഉള്ളിയും കുറച്ച് പച്ചമുളകും കൊടുത്തിട്ടുണ്ട്. ഉള്ളിക്ക് പകരം ചെറിയ ഉള്ളി കയ്യിലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്തോ. ഞാനൊരു ചെറിയ സൈസുള്ള ഉള്ളി തന്നെയാണ് എടുത്തത്. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടിക്കോട്ടെ കേട്ടോ. കരിയൊന്നും കളറൊന്നും മാറണ്ട, ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു മീഡിയം സൈസുള്ള തക്കാളി ഞാനിവിടെ അരിഞ്ഞ് വെച്ചിന് കുറച്ച് കരിവേപ്പില ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഈ തക്കാളി ഒന്ന് വെന്ത് ഉടയണം കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് ഉടയാൻ തുടങ്ങണ വരെ ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് വെന്ത് വെന്ത് വരട്ടെ. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ അതാ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂണാണ്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് വാട്ടിയെടുക്കുക. ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ. അപ്പോൾ അത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ടൊമാറ്റോ പേസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അതെന്ന് വെച്ചാൽ മുളക് പൊടി കുറച്ച് ചേർക്കുന്നത് കൊണ്ടാണ് ഞാനിവിടെ ടൊമാറ്റോ പേസ്റ്റ് ചേർക്കുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുളക് പൊടി കൂടുതൽ ഇടുന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഒരു ചെറിയ 3 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 3 ടീസ്പൂൺ കുറച്ച് മതി. കൂടുതലായി പോണ്ട. കൂടുതലായാൽ ഇതിൻ്റെ ചൊവയാണ് കൂടുതൽ മുന്നിട്ട് നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മതി. അതും കൂടെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് അതിനെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഒരു എണ്ണ തെളിയുന്ന പാകം എന്ന് പറയില്ല, ആ ഒരു പാകത്തിലാകണ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറിയ തീയിലാണുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികളാണ് ചേർക്കണം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തത്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. അതൊരു 1/2 സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ഉലുവൻ്റെ പൊടിയാണ്. അതും 1/2 സ്പൂൺ കേട്ടോ. ഇത്രയാണ് ഇതിൽ പൊടികളുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടികളൊന്ന് വാട്ടിയെടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ടേ വാട്ടാൻ പാടുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് പുളിയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പുളി ഇതാ ഒരു അരക്കപ്പോളം പുളി ഒഴിച്ച് കൊടുത്താണ്. പുളിവെള്ളം നിങ്ങളെ ഇതിനനുസരിച്ചിട്ടോ. ചിലർക്ക് മീൻകറി നല്ല പുളിയുള്ളതായിരിക്കും ഇഷ്ടം, ചിലർക്ക് നേരിയ പുളിയായിരിക്കും ഇഷ്ടം. അതൊക്കെ നിങ്ങളെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ പുളി ഒന്ന് വേവട്ടെ. 2, 3 മിനിറ്റ് നേരം നന്നായിട്ട് തിളച്ചോട്ടെ ട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് ആ ഒരു പുളി ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകാനൊക്കെ തുടങ്ങി. ആ ഒരു പുളിൻ്റെ ഒരു പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകത്തിലാകണ വരെ ഒന്ന് വേവിച്ചെടുക്കണേ. അപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എത്രത്തോളം നമുക്ക് ഗ്രേവി വേണം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ലൂസായിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. ഭയങ്കര കട്ടിയുള്ള കറിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചോറിനുള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര കട്ടിയുള്ള കറി വേണ്ട. അപ്പോൾ അത് ആ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഞാനിപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാണ്. ഉപ്പൊക്കെ എല്ലാം കറക്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചെമ്മീനാണ്. കുറച്ച് വലിയ ടൈപ്പ് ചെമ്മീനാണ്. അപ്പോൾ ഏത് മീനായാലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഷ്ടമുള്ള മീൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ചെമ്മീൻ ഇട്ടുകൊണ്ട് തന്നെ 2 മിനിറ്റ് കൊണ്ട് തന്നെ തീ ഓഫ് ചെയ്യും കേട്ടോ. കാരണം ഇതിനധികം വേവില്ലാത്തതുകൊണ്ട് ചെമ്മീനും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അതിനാണ് ആദ്യം തന്നെ നമ്മൾ കറി നന്നായിട്ട് വേവിച്ചെടുത്തത്. അപ്പോൾ ആ ഒരു നന്നായിട്ട് വെന്തതിന് ശേഷം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ചെമ്മീൻ ഇട്ടിട്ട് 2 മിനിറ്റ് നേരം ഒന്ന് തിളച്ചാൽ മതി. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ അടുത്ത ഞാൻ തോരനാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. തോരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് തേങ്ങ ഇല്ലാത്ത ഒരു ഉപ്പേരി, അത്രയേ ഉള്ളൂ. അപ്പോൾ തേങ്ങ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരട്ടെ. കടുകൊന്ന് പൊട്ടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ക്യാബേജിൻ്റെ മിക്സ് ഇല്ല, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പെട്ടെന്നാവും. ക്യാബേജിൻ്റെ പേരുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. വേഗം ആവും കേട്ടോ ഈ ഒരു തോരൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു 1-2 മിനിറ്റ് മതിയാവും. അപ്പോഴത്തേക്ക് തന്നെ പ്രത്യേകിച്ച് ഇത് കാസ്റ്റ് അയൺ പാത്രത്തിനും കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് വരും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ചെറിയ തീയിലിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരു ഓവറായിട്ട് ഭയങ്കര തീ കൂട്ടി വെക്കണ്ട. കാരണം ഇതിൻ്റെ ചൂട് അധികമാണ്. ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക.
അത് അവിടുന്ന് വേവണ നേരം കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇത് മീനും കൂടെ പൊരിച്ചെടുക്കാൻ വേണ്ടി പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ആ ഒരു മീനും കൂടെ ഒന്ന് പൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള മത്തി. ഈ മത്തിക്ക് നമ്മളെ നാട്ടിലത്തെ ടേസ്റ്റ് അല്ല കേട്ടോ, ഇത് ഇവിടുത്തെ വേറൊരു ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര എന്താ പറയുക, കുറച്ച് കൂടുതൽ ചൊയ ഉള്ളതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ഇഷ്ടമല്ല. ഞാൻ ഇത് മാത്രം എടുത്ത് കഴിക്കലില്ല. ഇവിടെ ആച്ചിക്കും വാസിക്കും ഭയങ്കര ഇതാണ്, ഓൽക്കിത് നിർബന്ധമാണ്. ഓല് പിന്നെ കഴിക്കുന്നത് അങ്ങനെ ഇഷ്ടപ്പെടാൻ കാരണം ഇത് ഒമേഗ 3 ഫാറ്റിയാന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ അപ്പം നമ്മളെ മീനും പൊരിച്ച അവിടുന്ന് ആകുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാൻ വേണ്ടി ഇതാക്കിയതാണ്. തീ ഓൾറെഡി ഓഫിലാണുള്ളത്. അപ്പോൾ നമ്മളെ കാബേജ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട, ഈ ഒരു രീതിയിൽ. ഇത് ചൂടാറുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് ഇതാവുകയും ചെയ്യും. ഇപ്പോൾ നമ്മളെല്ലാം വിളമ്പിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ചോറാണ് ആദ്യം ഞാൻ പാത്രത്തിലിട്ട് കൊടുത്തിട്ടോ. ഇത് ഇവിടുത്തെ കുത്തരി പോലത്തെ ചോറാണ്. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം വിളമ്പേണ്ടത് നമ്മളെ ഉപ്പേരിയാണ്, കാബേജ്. അതാ നമ്മളെ അടിപൊളി കാബേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാബേജും ഇവിടെ കുട്ടികൾക്ക് ഒന്നുകിൽ ബീട്രൂട്ട് അല്ലെങ്കിൽ കാബേജ്, ഇതൊക്കെയാണ് അവർക്ക് ഇഷ്ടം. പിന്നെ നമ്മളെ മത്തി പൊരിച്ചതും പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ ആരും ഇല്ല കേട്ടോ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് മത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ മത്തി പൊരിച്ചത്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സാമ്പാർ കേട്ടോ. സാമ്പാറിനൊരു കട്ടി ഞാൻ കാണിച്ചത് ഈ ഒരു കട്ടിയിലാണ് ഇപ്പോൾ ഇതുള്ളത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ചൂടാറി കഴിഞ്ഞാൽ ഒന്നും കൂടെ കട്ടിയാവും. പിന്നെയെന്ന് വെച്ചാൽ ഇതിൽ കൂടുതൽ വെള്ളം ഇനിയും ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചാൽ മതി. പിന്നെ അതൊരു ദിവസം വെക്കുന്ന സമയത്ത് ഒന്നും കൂടെ ടേസ്റ്റ് ആവും, ഒന്നും കൂടെ കട്ടിയാവും. പിറ്റേന്നൊക്കെ എടുക്കുന്ന സമയത്ത് ഒന്നും കൂടെ ടേസ്റ്റിയാണ്. അന്നേരം കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി. നമ്മൾ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അടുത്ത നമ്മളെ മീൻ കറി കേട്ടോ, മീൻ മുളകിട്ടത്. അതും ഇപ്പോൾ കണ്ടില്ലേ, ഒന്ന് ചൂടാറുന്ന സമയത്ത് നമ്മളെ കറക്റ്റ് പാകത്തിലാണ് ഇതുള്ളത്. ഓവർ കട്ടിയുമില്ല, ഓവർ ലൂസും അല്ലാത്തൊരു രീതിയിലാണ് ഈ ഒരു കറി ഉള്ളത്. നമുക്ക് ചോറിന് മാത്രമല്ല രാത്രിക്കത്തേക്ക് കുടിക്കുകയും ചെയ്യാം. ചപ്പാത്തിക്കോ പത്തിരിക്കൊക്കെ കൂട്ടാൻ പറ്റുന്ന കറിയാണ്. അപ്പോൾ നമ്മൾ മീൻ മുളക് ഇട്ടതും ഇവിടെ കൊണ്ടുപോയി വെക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്തെന്ന് പറയുന്ന സൈഡ് ഡിഷായിട്ട് ഞാനിവിടെ നാരങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ഇട്ട് വെച്ചതാണ് കേട്ടോ. ഇതിപ്പോൾ സുർക്ക ഒഴിച്ചിട്ടില്ല, വെറും ഉപ്പ് മാത്രം ഇട്ടിട്ട് 2-3 ദിവസമായിട്ടുണ്ട് ഇങ്ങനെ വെച്ചിട്ട്. ജസ്റ്റ് ഉപ്പ് മാത്രമേ അതിലുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊരു നാരങ്ങ എടുക്കുന്നുണ്ട്. ഉപ്പിലിട്ട് തിന്നാനൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ. ഞാനിവിടെ സ്റ്റീം ചെയ്ത നാരങ്ങയിലേക്ക് ഉപ്പിട്ട് വെച്ചതാണ് കേട്ടോ. നമ്മളെ ആവിച്ചെമ്പിൽ വെച്ചിട്ട് നാരങ്ങ ഒന്ന് സ്റ്റീം ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വെച്ചതാണ്. ഒരു 3-4 ദിവസമായി വെച്ചിട്ട്. അപ്പോൾ അതിങ്ങനെ ആയി വരും. ഇങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സുർക്കയും കൂടെ വെച്ചിട്ട് 2-3 ദിവസം കൂടെ വെക്കണം. എന്നിട്ടാണ് ഇത് അച്ചാറിടുക. ഞാനിപ്പോൾ ഇത് ഇന്നാണ് സുർക്ക ഒഴിക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ഇതിൽ ഓൾറെഡി സുർക്ക ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ കുറച്ച് സുർക്ക ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു 2-3 ഡ്രോപ്സ് സുർക്ക അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഒന്ന് മിക്സ് ആക്കാൻ കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നല്ല എരിവുള്ള ഒരു പച്ചമുളകും കൂടെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇതിൽ വന്ന് ഒരു എന്താ പറയുക, കൈ കൊണ്ടൊന്ന് ഞെരടി കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് റെഡിയാണ്. അപ്പോൾ നമ്മൾ ഉപ്പിലിട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ഞാൻ കുറച്ച് പച്ചമോര് ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ നല്ല കട്ടിയുള്ള മോരാണ് കിട്ടുക. പുളിയില്ലാത്ത മോരാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇവിടുത്തെ മോരിന്. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് വേണ്ടി കുറച്ച് ഉപ്പാണ്. ഇഞ്ചിയും കറിവേപ്പിലയും ഒക്കെ ഇടാം കേട്ടോ. അതൊന്നും അറിയിട്ടല്ല, എല്ലാം ഇടാം. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത്. ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ മിക്സിയിലടിച്ചിട്ട് ഇട്ട് നമുക്ക് സംഭാരം പോലെ ആക്കിയാൽ നല്ല ടേസ്റ്റാണ്. വെണ്ണ ചെറിയുള്ളിയൊക്കെ ഇടാം. പക്ഷേ ഇതിപ്പോൾ ഒരു സിമ്പിളായിട്ട് ഞാനൊരു പച്ചമുളക് മാത്രമേ ഇടുന്നുള്ളൂ. ഇഞ്ചിയും പച്ചമുളക് കറിവേപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മക്കൾ എടുക്കൂല പിന്നെ. അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് മാത്രം ആക്കിയത്. അപ്പോൾ നമ്മളെ പച്ചമോര് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇന്നത്തെ ലഞ്ച് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ള ഒരു നാടൻ ഊണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഞാനിപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.